ATS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ലാസ്റ്റ് നമ്മൾ ATSനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ് us എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. അതായത് നമ്മളിപ്പോൾ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ ആയിരിക്കും സെർച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള റാം, റോം, അതേപോലെ ബാറ്ററി കപ്പാസിറ്റി, ഡിസ്പ്ലേയുടെ സൈസ്, അതേപോലെ ഏത് ബ്രാൻഡ് വേണം, അല്ലെങ്കിൽ ഏത് പ്രൈസ് റേഞ്ചിലുള്ള ഫോണാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഫിൽറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോണിൻ്റെ ലിസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതേപോലെ സിമിലർ ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് ATSും ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ റോളിന് ആവശ്യമായിട്ടുള്ള കീവേഡ്സ് ആയിരിക്കും അവർ സെർച്ച് ചെയ്യുന്നുണ്ടാവുക. അതായത് ഫിൽറ്റേഴ്സിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആഡ് ചെയ്ത പോലെ അവരെന്ത് ചെയ്യും, ആ ഒരു ജോബ് റോളിന് ആവശ്യമായിട്ടുള്ള കീവേഡ്സ് ആയിരിക്കും അവർ ആഡ് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കീവേഡ്സ് മാച്ച് ആവുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും അവർക്ക് കാണിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ സ്ക്രീനിങ് ആയി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ടാവുക. ഇങ്ങനെയാണ് ആക്ച്വലി ATS വർക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്.